പശ്ചിമേഷ്യൻ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള സാധ്യത വിലയിരുത്തി കേന്ദ്രമന്ത്രിസഭായോഗം. ഓരോ വകുപ്പുകളും ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ നിശ്ചയിച്ചു എന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് തൽക്കാലം വലിയ പ്രത്യാഘാതമില്ല. യുദ്ധം ദീർഘകാലം തുടർന്നാൽ തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്നും യോഗം വിലയിരുത്തി. ഹോർമൂസ് വഴി ഇന്ത്യൻ കപ്പലുകൾ എല്ലാം തിരികെ എത്തിക്കുന്നതും CCS ചർച്ച ചെയ്തു. പാർലമെന്റിൽ ഇന്ന് LPG പ്രതിസന്ധി ഉന്നയിക്കാൻ പ്രതിപക്ഷം മുന്നോട്ട് വന്നു. ക്ഷാമം മുന്നിൽ കണ്ട് സർക്കാർ നടപടി എടുത്തില്ല എന്നാരോപിച്ച് പ്രതിപക്ഷം ഇന്ന് സഭയിൽ നോട്ടീസ് നൽകും. കഴിഞ്ഞയാഴ്ച രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചിരുന്നു. പാർലമെന്റിൽ ഇക്കാര്യം ചർച്ച ചെയ്യണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതേസമയം ഇന്ന് ധനകാര്യ ബിൽ ചർച്ചയ്ക്കെടുക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഇക്കാര്യം ഉന്നയിക്കാമെന്നാണ് സർക്കാർ നിലപാട്. വനിതാ സംവരണം അടുത്ത വർഷം ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുതൽ നടപ്പാക്കുന്നതിനുള്ള ബിൽ എപ്പോൾ കൊണ്ടുവരും എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇക്കാര്യം തീരുമാനിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് സർവകക്ഷിയോഗം വിളിക്കണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷത്തെക്കുറിച്ച് ലോക്സഭയിൽ സംസാരിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതി ആശങ്കാജനകമാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയെയും ജീവിതത്തെയും ഇറാൻ-ഇസ്രായേൽ യുദ്ധം പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് ലോക്സഭയിൽ നരേന്ദ്രമോദി പറഞ്ഞത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതി ആശങ്കാജനകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 3 ആഴ്ചകളായി കേന്ദ്രമന്ത്രിമാരായ S ജയശങ്കറും ഹർദീപ് സിംഗും പാർലമെന്റിൽ സംഘർഷത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കി. ആഗോള സമ്പദ് വ്യവസ്ഥയെയും ജീവിതത്തെയും ഇറാൻ-ഇസ്രായേൽ യുദ്ധം പ്രതികൂലമായി ബാധിക്കുന്നതായി മോദി ചൂണ്ടിക്കാട്ടി. മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വെല്ലുവിളികളാണ് നേരിടുന്നത്. പശ്ചിമേഷ്യ വ്യാപാരത്തിന്റെ പ്രധാന മാർഗമാണിത്. നിരവധി ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇത്തരം നിരവധി കാരണങ്ങളാൽ ഇന്ത്യക്ക് ആശങ്കയുണ്ടെന്നും മോദി വ്യക്തമാക്കി. തുടക്കം മുതൽ എല്ലാ ഇന്ത്യക്കാർക്കും എല്ലാ സഹായവും ലഭിക്കുന്നുണ്ട്. ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം 3.75 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ സുരക്ഷിതമായി തിരിച്ചെത്തി. ഇറാനിൽ നിന്ന് മാത്രം ഏകദേശം 1000 ഇന്ത്യക്കാർ തിരിച്ചെത്തിയെന്നും മോദി വ്യക്തമാക്കി. വീടുകളിലുണ്ടാകുന്ന അസൗകര്യങ്ങൾ കുറയ്ക്കുന്നതിനാലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആഭ്യന്തര LPG ഉൽപാദനം വർദ്ധിപ്പിച്ചു. പെട്രോൾ ഡീസൽ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. യുദ്ധം തുടരുന്നതിനിടയിൽ നമ്മുടെ ചില കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നിട്ടുണ്ട്. ഊർജ്ജമാണ് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് സർക്കാരിനറിയാം. സമ്പദ് വ്യവസ്ഥയിൽ യുദ്ധത്തിന്റെ ആഘാതം പരമാവധി കുറയ്ക്കുന്നതിനാണ് സർക്കാരിന്റെ പരിശ്രമം. എല്ലാ മേഖലകൾക്കും സർക്കാർ ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ട്. ഇറക്കുമതിയും കയറ്റുമതിയും നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി രൂപീകരിച്ച മന്ത്രിതല സമിതി എല്ലാ ദിവസവും യോഗം ചേരുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അവശ്യവസ്തുക്കളുടെ വിതരണവും ഊർജ്ജ സുരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള ദീർഘകാല നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് സുരക്ഷാ സമിതി യോഗം ചേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മോദി പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം കടുക്കുമ്പോൾ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നിവ തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയാണ്. 2 ആഴ്ച മുൻപ് വാഷിംഗ്ടണും ടെൽ അവീവും ഇറാനിൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഗൾഫ് രാജ്യത്തുടനീളം ടെഹ്റാൻ ആവർത്തിച്ച് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് തിരിച്ചടിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവയുൾപ്പെടെ US താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന നിരവധി രാജ്യങ്ങൾ ഡ്രോണുകളോ മിസൈൽ ഭീഷണികളോ തടഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനെയും പ്രാദേശിക സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നതിനെയും സൂചിപ്പിക്കുന്നു. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന തന്ത്രപരമായി നിർണായകമായ ഹോർമൂസ് കടലിടുക്കിന് ചുറ്റുമുള്ള ആഗോള ഊർജ്ജപാതകളെയും തുടർച്ചയായ പോരാട്ടം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ടാങ്കർ ഗതാഗതത്തിന് തടസ്സമാകുമോ എന്ന ഭയം ഇതിനകം തന്നെ ആഗോള ഊർജ്ജ വിപണികളിൽ അനിശ്ചിതത്വത്തിന് കാരണമായിട്ടുണ്ട്. അതേസമയം തന്നെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സ്ഥിതിഗതികൾ ഉടൻ തന്നെ പരിഹരിക്കപ്പെടും, ഒടുവിൽ സുരക്ഷിതമായ ഒരു ലോകത്തേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ആണവായുധങ്ങളുടെ ഉപയോഗ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ട്രംപ് തള്ളിക്കളഞ്ഞിരുന്നു. ഇസ്രായേൽ അത്തരം നടപടികളിലേക്ക് കടക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.